നമസ്കാരം, റാഫി മാഷാണ്. ഇന്നൊരു ഹാപ്പി മൂഡാണ്. കാരണം വെച്ചാൽ നമ്മൾ ടാറ്റ നമ്മുടെ പരാതികൾ പരിഹരിച്ച് തരുമ്പോൾ നമുക്ക് സന്തോഷമാണല്ലോ. ഞാനന്ന് ഈ വീഡിയോ ഇട്ട സമയത്ത് പലരും പറഞ്ഞിരുന്നു അവർ പറ്റിക്കാണ്, ഒന്നും ചെയ്യില്ല, വെറുതെ പറയാണ്, എൻ്റെ വണ്ടി പമ്പ് മാറ്റി, എൻ്റെ വണ്ടി കൂളൻ്റ് മാറ്റി എന്നൊക്കെ പറഞ്ഞ് എന്നിട്ടും പരിഹരിച്ചില്ല എന്ന് പറഞ്ഞ് കുറേ പരാതികൾ പറഞ്ഞിരുന്നു. അത് കൂളൻ്റുമായി ബന്ധപ്പെട്ടൊരു ആംബർ അലേർട്ട് ആയിരുന്നു. ആംബർ അലേർട്ട്. ആ ആംബർ അലേർട്ടിനെ ഇപ്പോൾ എന്തായി, ടാറ്റ കൃത്യമായിട്ട് ഇടപെട്ട് എനിക്ക് ഒരു അപ്ഡേഷൻ വന്നു. എനിക്ക് നല്ല ഇപ്പോൾ അത് ഈ ടാറ്റ പഞ്ച് എല്ലാ പഞ്ച് ജീവിക്കാർക്കും അപ്ഡേഷൻ വന്നിട്ടുണ്ട്. 15 ദിവസം പറഞ്ഞ് 10 ദിവസത്തിനുള്ളിൽ തന്നെ ഏകദേശം അപ്ഡേഷൻ വന്നു. അത് VCU അപ്ഡേഷനാണ്, VCUലാണ് അപ്ഡേഷൻ വരുന്നത്. അപ്പോൾ ആ കൺട്രോൾ യൂണിറ്റിലെ വെഹിക്കിളിൻ്റെ കൺട്രോൾ യൂണിറ്റിലെ അപ്ഡേഷൻ വന്നു. ഞാൻ ഇന്ന് ലെക്സോൺ ടാറ്റ കോട്ടക്കൽ ലെക്സോൺ ടാറ്റയിൽ പോയി അപ്ഡേഷൻ നടത്തി. ഏകദേശം 3 മണിക്കൂർ അപ്ഡേഷൻ വന്നു. അതിൻ്റെ കൂടെ ഞാൻ ഒരു ഗൂഗിൾ മാപ്പുമായി ബന്ധപ്പെട്ട് പരാതി പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നമ്മളെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ഒരു അപ്ഡേഷൻ ചെക്ക് ചെയ്തു. അപ്പോൾ അത് ഇപ്പോൾ ഉള്ളത് R18.52 ആയിരുന്നു. ഫെബ്രുവരി ചെയ്തൊരു സംഭവമായിരുന്നു. അത് അവരിപ്പോൾ പുതിയ അപ്ഡേഷൻ നടത്തിയിട്ട് R18.53 ആക്കി പുതിയ അപ്ഡേഷൻ ആക്കിയിട്ടുണ്ട്. ഇത് ചെയ്യാത്ത എല്ലാവരും നിങ്ങളുടെ ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അപ്ഡേഷൻ നടത്തുക, 18.53 ആക്കുക. അതേപോലെ VCU അപ്ഡേഷൻ നടത്തിയിട്ടുണ്ട്. ഇന്ന് നടത്തി ഞാൻ ഒരു 10-30 കിലോമീറ്റർ ഓടിയിട്ടുള്ള ആകിയതിനു ശേഷം. സാധാരണ ആ ചിഹ്നം വരുന്ന സമയം എപ്പോഴോ കഴിഞ്ഞു, ഇതുവരെ ചിഹ്നം വന്നിട്ടില്ല. ഇനി അത് വരില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അവർ കുറേ വിശദമായി മനസ്സിലാക്കി. കാരണം ആദ്യം അവർ എന്ത് ചെയ്തു, പല പഞ്ചിൻ്റെയും കൂളൻ്റിൻ്റെ മോട്ടർ മാറ്റി കൊടുത്തു. അങ്ങനെ മാറ്റി കൊടുത്ത് പരിഹരിക്കുകയാണെങ്കിൽ മുഴുവൻ വണ്ടിയുടെ മാറ്റേണ്ടി വരില്ലേ. അപ്പോൾ അതല്ല വിഷയം എന്ന് മനസ്സിലാക്കി അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ VCU അപ്ഡേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഈ ആംബർ അലേർട്ടുള്ള ആ സ്പാൻഡർ ചിഹ്നം വണ്ടിയുടെ മേലേക്ക് സ്പാൻഡർ ചിഹ്നം വരുന്ന അലേർട്ടുള്ള എല്ലാ പഞ്ച് EV യൂസേഴ്സും നിങ്ങളുടെ VCUവിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ട്, ടാറ്റ നൽകിയിട്ടുണ്ട്. അത് അപ്ഡേഷൻ നടത്തുക മാത്രമല്ല, മുന്നേ നടത്തിയവരുണ്ടെങ്കിൽ, കഴിഞ്ഞ ആഴ്ച നടത്തിയവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇപ്പോഴാ ചിഹ്നം വരുന്നുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള പലരും അപ്ഡേഷൻ കിട്ടിയിട്ടില്ല. അവർക്ക് അപ്ഡേഷൻ പല സ്ഥലത്തും പോയിട്ട് അപ്ഡേഷൻ ആയിട്ടില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ന് ലെക്സോണിൽ പറഞ്ഞ എല്ലാ ലെക്സോണിലും നാളെ മുതൽ അത് അപ്ഡേഷൻ ഉണ്ട്, ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ KVRലും ഗൂഗിളത്തിലൊക്കെ അപ്ഡേഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അടുത്തുള്ള സർവീസ് സെൻറ്ററിൽ ഈ ഒരു കംപ്ലൈൻറ്റ് ഉള്ള ആളുകൾ പോയിക്കാണ്ട് നിങ്ങളുടെ VCUവിൻ്റെ അപ്ഡേഷൻ നടത്തുക, സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടത്തുക. പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് മിക്കവാറും ആരും ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയില്ല. കാരണം ചില പരാതികൾ ഇപ്പോഴാണ് കാണുന്നത്, ചില ഇത് പറയുന്നത്. അപ്പോൾ ഇൻഫോർടൈൻമെൻറ്റിൻ്റെ ആ അപ്ഡേഷൻ നിങ്ങൾ 52 ഉള്ളത് 53 ആക്കുക. അതുകൊണ്ട് കുറേ ചെറിയ ഇൻഫോർടൈൻമെൻറ്റ് ചെറിയ പ്രശ്നമൊക്കെ അതുകൊണ്ട് തീരുന്നുണ്ട്. അപ്ഡേഷൻസ് കൃത്യമായി ചെയ്യുക. ഈ അപ്ഡേഷൻ നടത്തിയതിന് ശേഷമുള്ള വല്ല വിഷയങ്ങളുണ്ടെങ്കിൽ ഞാനത് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ സെറ്റിങ്സിൽ ഇതിൻ്റെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൽ സോഫ്റ്റ്വെയർ, ഒരു കാര്യം കൂടെ, ഈ സോഫ്റ്റ്വെയർ റിലീസ് ചെയ്തിട്ട് ഡേറ്റ് മാർച്ച് 2026 20 മാർച്ച് 2026. പക്ഷേ ഇപ്പോഴാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു ഡൗട്ട് അവിടെ ബാക്കിയുണ്ട്. ഈ 20 മാർച്ചിന് റിലീസ് ചെയ്തൊരു സാധനം ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളൂ. ഇതുവരെയുള്ള വണ്ടിക്കൊക്കെ ഈ 52 ആണ്, ഇപ്പോഴാണ് 53 ആവുന്നത്. അപ്പോൾ അത് ആ ഡിലേ എന്തുകൊണ്ട് വന്നു എന്ന് ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല. അറിയുന്നവരുണ്ടെങ്കിൽ പറയാം. ഇനി നിങ്ങളുടെ വണ്ടിയിലേക്ക് ഇത് നേരത്തെ 53 ആയവരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴാണ് ഈ 53 വന്നതെന്നുള്ളതാണ്. അതല്ല നേരത്തെ വന്നിട്ടുണ്ട്, എൻ്റെ വണ്ടിയൊക്കെ നേരത്തെ ആഴ്ചകൾക്ക് മുന്നേ അല്ലെങ്കിൽ കഴിഞ്ഞ മാസമൊക്കെ ഇത് 53 ആയവരുണ്ടെങ്കിൽ ദയവേത് അതൊന്ന് കമൻറ്റ് പറയാം. അപ്പോൾ നമുക്ക് അറിയണമല്ലോ ഇത് ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് ആണോ, അല്ലെങ്കിൽ പുതിയ റിലീസാണോ, പുതിയ അപ്ഡേഷൻ ആണോ, അതോ നേരത്തെ ഉള്ളത് ഇപ്പോൾ ചെയ്തതെന്നാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കാനുള്ള കാരണം. അതുപോലെ ഇതിൽ മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ ഈ VCU അപ്ഡേഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് കാണാൻ കഴിയില്ല. VCU അപ്ഡേഷൻ ഇപ്പോൾ അവർ എന്ന് ചെയ്തു പറഞ്ഞു. അത് അവരുടെ ലാപ്പിൽ കുത്തുമ്പോൾ അവർക്ക് മാത്രം കാണാവുന്ന ഒരു ഓപ്ഷനാണ്, കസ്റ്റമേഴ്സിന് കാണാനുള്ള ഓപ്ഷൻ. പിന്നെ നമ്മൾ വേണമെങ്കിൽ അവരെ പോയി കണ്ടിട്ട് അവരെ ലാപ്പിൽ പോയിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ ആ ഒരു ഓപ്ഷനേ ഉള്ളൂ, അങ്ങനെ കാണാനുള്ള ഓപ്ഷൻ. എന്നാൽ ഇൻഫോർടൈൻമെൻറ്റ് അങ്ങനെയല്ല. ഇൻഫോർടൈൻമെൻറ്റ് നമുക്ക് നമ്മുടെ സ്ക്രീനിൽ, വണ്ടിയുടെ സ്ക്രീനിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ ആ ഓപ്ഷൻ അതിൽ കാണുന്നുണ്ട്, അത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ VCU അപ്ഡേഷനിലൂടെ താൽക്കാലികമായിട്ട് നമ്മുടെ ആ പ്രശ്നം പരിഹരിച്ചു ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ പമ്പൊന്നും മാറിയിട്ടില്ല, ഒരു സാധനം മാറ്റിയിട്ടില്ല കേട്ടോ. പമ്പ് മാറ്റിയിട്ടില്ല, കൂളൻ്റിൽ യാതൊരു ഫ്ലഷ് ഒന്നും ഒഴിവാക്കിയിട്ടില്ല, രണ്ടാമത് റീഫിൽ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അവർ ഈ അപ്ഡേഷൻ മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വിഷയം പരിഹരിക്കപ്പെടുന്ന അവർ പറയുന്നത്. എന്തായാലും അതൊരു പരീക്ഷണമാണ്. പിന്നെ EV എന്ന് പറയുമ്പോൾ തന്നെ കുറേ പരീക്ഷണങ്ങളാണ്. അതിൽ അതിന് ബലിയാടാവേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ ഈ ഒരു പരീക്ഷണം കൂടെ നോക്കട്ടെ. ഈ ഒരു ആംബർ അലർട്ടിൻ്റെ വിഷയം ഇതിൽ പരിഹരിക്കപ്പെടുകയാണെങ്കിൽ കാര്യമായ പ്രശ്നങ്ങളില്ലാതെ നമ്മുടെ ഇപ്പോഴുള്ള വണ്ടികൾക്ക് ആ വന്ന ഒരു ചെറിയൊരു അത് വണ്ടി, പക്ഷേ ഇതുവരെ വണ്ടി ഇന്ന് വരെ ഈ നിമിഷം വരെ നമ്മൾ ആ സർവീസിനെ കൊണ്ടുവന്ന് വരെ അതുകൊണ്ട് വണ്ടിക്ക് യാതൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. ഒരു ഹീറ്റ് ആവുകയോ അല്ലെങ്കിൽ ഒരു സ്റ്റക്ക് വണ്ടി ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല.
ഓരോ 30-40 കിലോമീറ്ററിൽ ഒരു മെസ്സേജ് വരും, അവർ ചിഹ്നം കാണിക്കും, അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിലെ ചിഹ്നം കാണിക്കും, അത് ഒരു 2 അല്ലെങ്കിൽ 10 സെക്കൻഡ് നിൽക്കും, അതാണ് പോവും. പിന്നെ നമുക്ക് കാണുന്നത് പിന്നെ അടുത്തൊരു അരമണിക്കൂർ കഴിയുമ്പോൾ പിന്നെയും കാണിക്കും. എന്തായാലും അത് ഹീറ്റിങ്ങുമായി ബന്ധപ്പെട്ട സംഭവമാണെന്ന് ഉറപ്പാണ്. കാരണം കൂളൻ്റ് ആണല്ലോ പ്രശ്നം. അപ്പോൾ ഹീറ്റിങ്ങുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. അത് പരിഹരിക്കപ്പെടാഞ്ഞാൽ പേടിക്കണം. വണ്ടി ഓവർ ഹീറ്റായി കാണുന്നതിന് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അത് ഉണ്ടായിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഇന്ന് 9-ാം തീയതിയാണ്. ഇന്ന് അത് വിഷയം പരിഹരിച്ച് അപ്ഡേഷൻ നടത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അത് ഓക്കെ ആണെങ്കിൽ പിന്നെ ഒരു വീഡിയോൻ്റെ ആവശ്യമില്ല. അത് ഓക്കെ അല്ല, വീണ്ടും വരികയാണെങ്കിൽ ടാറ്റയെ നിർബന്ധമായത് അറിയിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അപ്പോൾ ആ സമയത്ത് ചെയ്യും. ഇപ്പോൾ തൽക്കാലം ആ ഒരു ആംബർ അലേർട്ടിൻ്റെ വിഷയം, ആ ഒരു സ്പാൻഡർ ചിഹ്നത്തിൻ്റെ വിഷയം പരിഹരിക്കപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ബൈ.